നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാൻ US പോരിൽ മധ്യപൂർവ്വ ദേശത്ത് സ്ഥിതി വഷളായിരിക്കെ രാജ്യത്ത് വിന്യസിച്ചിരിക്കുന്ന US സൈന്യത്തെ പുറത്താക്കാൻ ഇറാഖ് പാർലമെന്റ് പ്രമേയം പാസാക്കിയതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US-ന് ചെലവായ വലിയ തുക മടക്കി തരാതെ ഇറാഖിൽ നിന്നും പോകുന്ന പ്രശ്നമില്ല എന്നും ഇറാഖ് തീരുമാനം മാറ്റിയില്ലെങ്കിൽ വളരെ വലിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. ചെലവായ പണം തിരികെ തരാതെ ഞങ്ങൾ ഇറാഖിൽ നിന്നും മടങ്ങില്ല. വളരെയധികം പണം ചെലവാക്കിയ അത്യാധുനിക എയർബേസ് അവിടെയുണ്ട്. കോടിക്കണക്കിന് ഡോളറാണ് നിർമ്മാണത്തിന് വേണ്ടി വന്നത് എന്നും ട്രംപ് പറയുന്നു. തന്റെ ഭരണകാലത്തിന് മുൻപ് തുടങ്ങിയതാണ് എന്നും അതിന്റെ പണം തരാതെ തങ്ങൾ തിരികെ പോകില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പോകാൻ അവർ പറയുകയാണെങ്കിൽ സൗഹാർദ്ദത്തോടെ ആയിരിക്കില്ല ഞങ്ങളത് ചെയ്യുക. അവരിതുവരെ കാണാത്ത തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. എന്തെങ്കിലും എതിർപ്പ് നേരിടേണ്ടി വന്നാൽ വളരെ വലിയ ഉപരോധങ്ങളാകും നേരിടേണ്ടി വരിക എന്നും ട്രംപ് വിശദീകരിച്ചു. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിച്ച് ഫ്ലോറിഡയിൽ നിന്നും മടങ്ങവേ എയർഫോഴ്സ് 1 വിമാന യാത്രയിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാഖിലെ ഏത് എയർബേസിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ട്രംപ് സൂചിപ്പിച്ചില്ല. ഞായറാഴ്ച ചേർന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലാണ് അമേരിക്കയ്ക്കെതിരായ പ്രമേയം ഭൂരിപക്ഷ വോട്ടോടെ ഇറാഖ് പാസാക്കിയത്. ഇറാൻ അനുകൂല MP-മാരുടെ നേതൃത്വത്തിലാണ് ഇറാഖിന്റെ സുപ്രധാന നീക്കം. പ്രധാനമന്ത്രി അദൽ അബ്ദുൾ മഹ്ദിയാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇറാഖ് സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി 5200-ലധികം US സൈനികരാണ് ഇറാഖിലുള്ളത്. 2014-ൽ IS ഭീകരർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്തുണ തേടിയാണ് ഇറാഖ് US സൈന്യത്തെ രാജ്യത്തേക്ക് ക്ഷണിച്ചത്. US-ന്റെ വിശാലമായ രാജ്യാന്തര സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ സേനാ വിന്യാസം. എന്നാൽ ഈ ക്ഷണം റദ്ദാക്കുന്നതിനുള്ള പ്രമേയമാണ് ഞായറാഴ്ച 329 അംഗ ഇറാഖ് പാർലമെന്റ് പാസാക്കിയത്. IS-നെ തുരത്തുന്നതിന് അമേരിക്കയുടെ സഹായം ആവശ്യമില്ലെന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി സ്വന്തം സായുധ സേന ഉണ്ടെന്നും പാർലമെന്റ് ലീഗൽ കമ്മിറ്റി അംഗവും ഷിയ അനുകൂല MP-യുമായ അമർ അലി ഷിബിലി പറഞ്ഞു. കുറച്ചു മാസങ്ങളായി ഇറാനുമായി അടുത്ത ബന്ധമുള്ള സായുധ ഷിയ സംഘടന ഹാഷിദ് അൽ ഷാബി ഇറാഖിലെ US സൈന്യയുടെ സാന്നിധ്യത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. US സൈന്യത്തിനുള്ള ക്ഷണം റദ്ദാക്കാൻ ഹാഷിദിന്റെ രാഷ്ട്രീയ വിഭാഗം ഫത്ത ബ്ലോക്കും പാർലമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. വെള്ളിയാഴ്ച US നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാൻ സേനാ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിക്കൊപ്പം ഹാഷിദ് അൽ ഷാബിയുടെ ഉപമേധാവി അബു മഹ്ദി അൽ മുഹന്ദിസും കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് US സൈന്യത്തെ രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കാൻ സംഘടന ചടുല നീക്കം നടത്തിയത്. US സേനകൾ രാജ്യം വിടുന്നതിനായി ഞങ്ങൾ വോട്ട് ചെയ്യും. വോട്ടെടുപ്പിന് എത്താത്ത ഓരോരുത്തരും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഫത്ത ബ്ലോക്ക് MP അഹമ്മദ് അൽ കിനാനി പറഞ്ഞു. ശനിയാഴ്ച ബഗ്ദാദിലെ US എംബസി സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോണിലും US സേനാ താവളമായ അൽ ബലാദ് എയർബേസിലും രാത്രി വൈകിയും റോക്കറ്റ് ആക്രമണം നടന്നതും US സൈന്യത്തെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഞായറാഴ്ച പാർലമെന്റ് സമ്മേളനം അവസാനിച്ച പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് മുൻപ് ഇറാഖ് സൈനികർ US ബേസുകളിൽ നിന്നും അകലം പാലിക്കാൻ ഹാഷിദ് അൽ ഷാബിയുടെ സായുധ വിഭാഗമായ കത്തബ് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് പരിശീലന പരിപാടികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഇറാഖിലെ US പ്രതിരോധ വക്താവ് വാർത്താ ഏജൻസിയായ AFP-യോട് പറഞ്ഞു. US സേനാംഗങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. ശനിയാഴ്ചത്തെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് US ഡ്രോണുകൾ സദാ ജാഗരൂകരാണ്. US സേന ഇറാഖ് വിടുകയാണെങ്കിൽ അത് ഖാസിം സുലൈമാനിയുടെ മരണാനന്തര വിജയമായിരിക്കുമെന്നും പ്രതിരോധ വക്താവ് വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.